ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ ഇൻട്രൊഡക്ഷൻ ടു ദി വേൾഡ് ഓഫ് ലിറ്ററേച്ചർ എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് മൊഡ്യൂളിലെ 8th യൂണിറ്റ് ആണ്, വിച്ച് ഈസ് ടു എവറി ബ്രൈറ്റൺ ബൈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. So we'll move on to the short questions first. According to Gandhi, what will be the condition of democracy after war? ഇതിന് ശേഷം ജനാധിപത്യത്തിന്റെ സ്ഥിതി എന്തായിരിക്കും ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം? Gandhi believed that after the war, true democracy would not survive. He said that whichever side won, violence and destruction would destroy the very spirit of democracy and freedom. പിന്നെ ഗാന്ധി വിശ്വസിച്ചിരുന്നത് യുദ്ധത്തിന് ശേഷം സത്യത്തിലുള്ള ജനാധിപത്യം സർവൈവ് ചെയ്യില്ല എന്നുള്ളതാണ്. വിജയം ഏതൊരു സൈഡിന്റെ ഭാഗത്തായിക്കോട്ടെ, വയലൻസും ഡിസ്ട്രക്ഷനും ഡെമോക്രസിയുടെ യഥാർത്ഥ ആത്മാവിനെ തന്നെ, അതുപോലെ തന്നെ ഫ്രീഡത്തിന്റെ യഥാർത്ഥ ആത്മാവിനെ തന്നെ എന്ത് ചെയ്യും, നശിപ്പിച്ച് കളയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്കസ് ദ റീസൺ വൈ ഗാന്ധി കോൾഡ് ഫോർ എൻ എൻഡ് ടു ഹോസ്റ്റിലിറ്റീസ്. ഇത്തരം പ്രശ്നങ്ങൾക്ക്, ഇത്തരം പ്രത്യാഘാതങ്ങൾക്കുള്ള ഒരവസാനം ഗാന്ധി എന്തുകൊണ്ടാണ് ആഗ്രഹിച്ചിരുന്നത്? ഗാന്ധി കോൾഡ് ഫോർ എൻ എൻഡ് ടു ഹോസ്റ്റിലിറ്റീസ് ബിക്കോസ് ഹി ബിലീവ്ഡ് ദാറ്റ് വാർ ഇറ്റ്സെൽഫ് വാസ് ഈവിൽ ഇൻ എസെൻസ്. യുദ്ധം എന്നത് തന്നെ എന്താണ്, യഥാർത്ഥത്തിൽ ഒരു ഈവിലാണ്, ഒരു പൈശാചികമായിട്ടുള്ള പ്രവർത്തനമാണ്. He argued that killing and cruelty could never lead to peace or justice, and that mankind must find a moral, non-violent path to solve conflicts. അതുകൊണ്ട് തന്നെ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ പരസ്പരം കില്ലിങ്ങും പിന്നെ ക്രൂരതയും ഒന്നും തന്നെ യഥാർത്ഥത്തിലുള്ള സമാധാനത്തിലേക്കോ നീതിയിലേക്കോ നയിക്കില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന് മറ്റൊരു ധാർമ്മികമായിട്ടുള്ള അഹിംസാപരമായിട്ടുള്ള ഒരു യുദ്ധങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതികൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തേത് നോക്കൂ. List the major powers who were in opposition to British during the Second World War. Second World Waril ബ്രിട്ടീഷിനെതിരായി നിന്നുള്ള മേജർ പവേഴ്സ് ആരൊക്കെയാണ്? The major powers opposing Britain during Second World War: Germany under ഹിറ്റ്ലറിന്റെ കീഴിലുള്ള ജർമ്മനി, and Italy under മുസോളിനി കീഴിൽ ഇറ്റലിയും, along with Japan as a part of the Axis powers. ആക്സിസ് പവേഴ്സിന്റെ ഭാഗമായിട്ട് ജപ്പാനും ഉണ്ടായിരുന്നു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. You will give all these but neither your souls nor your minds. നിങ്ങൾ ഇതെല്ലാം നൽകും, പക്ഷെ നിങ്ങളുടെ ആത്മാക്കളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ മനസ്സും നൽകില്ല. ഇതൊന്ന് വ്യക്തമാക്കാനാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധി meant that the British should be ready to sacrifice their material possessions, land, homes and property, but must never surrender their conscience and moral values. പിന്നെ ഗാന്ധിജി പറയുന്നത്, ബ്രിട്ടീഷുകാരെല്ലാവരും അവരുടെ ഭൗതികമായിട്ടുള്ള എല്ലാത്തരം പൊസിഷൻസും എല്ലാത്തരം വാല്യൂ ആയിട്ടുള്ള കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യണം, വേണ്ടിയാണ്. ഉദാഹരണത്തിന് അവരുടെ സ്ഥലങ്ങൾ, അവരുടെ വീടുകൾ, അവരുടെ പ്രോപ്പർട്ടികൾ, പക്ഷേ അവരുടെ മനസ്സാക്ഷിയും അവരുടെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളും ഒന്നും തന്നെ അവർ സറണ്ടർ ചെയ്യരുത്. ട്രൂ സ്ട്രെങ്ത് ഹി ബിലീവ്ഡ് ലൈസ് ഇൻ പ്രിസർവിംഗ് വൺസ് ഇന്നർ ഫ്രീഡം ആൻഡ് ട്രൂത്ത്. ഒരാളുടെ ഉള്ളിലുള്ള സ്വാതന്ത്ര്യവും ഒരാളുടെ ആന്തരികമായിട്ടുള്ള സ്വാതന്ത്ര്യവും വിശ്വാസവും അല്ലെങ്കിൽ സത്യസന്ധതയുമാണ് യഥാർത്ഥത്തിൽ ഒരാളുടെ ശക്തി എന്നുള്ളതാണ്. ഹൗ ഡിഡ് ഗാന്ധി എക്സ്പ്രസ് ഹിസ് കണ്ടിന്യൂഡ് അഫെക്ഷൻ ഫോർ ബ്രിട്ടീഷ് പീപ്പിൾ ഡിസ്പൈറ്റ് ഹിസ് ഒപ്പോസിഷൻ ടു ഇമ്പീരിയലിസം. ഇമ്പീരിയലിസത്തിനെ എതിർത്തുവെങ്കിലും ബ്രിട്ടീഷുകാരോടുള്ള അഫെക്ഷൻ എങ്ങനെയാണ് ഗാന്ധിജി കണ്ടിന്യൂ ചെയ്തത്? ഗാന്ധി സെഡ് ഹി റിമൈൻഡ് എ ലൈഫ് ലോങ് ഫ്രണ്ട് ഓഫ് ബ്രിട്ടീഷ് പീപ്പിൾ. ജീവിതാവസാനം വരെയുള്ള ഒരു സുഹൃത്തായിരുന്നു, ബ്രിട്ടീഷുകാരുടെ സുഹൃത്തായി ഇരുന്നിരുന്നത് ഗാന്ധി. അങ്ങനെയാണ് ഗാന്ധി സ്വയം പറഞ്ഞിരുന്നത്. ഈവൻ തോ ഹി ഫോട്ട് അഗെയിൻസ്റ്റ് ദർ ഇമ്പീരിയർ റൂൾ. അവരുടെ ഇമ്പീരിയർ റൂളിനെതിരെ, അവരുടെ ഏകാധിപത്യ റൂളിനെതിരെ ഗാന്ധി ഫൈറ്റ് ചെയ്തിരുന്നു എങ്കിലും ഹിസ് നോൺ വയലൻസ് വാസ് ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ ലവ്. അവൻ്റെ അഹിംസ എന്നുള്ളത് ആഗോള അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലവിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. വിച്ച് ഇൻക്ലൂഡഡ് ദ ബ്രിട്ടീഷ്, ഷോയിങ് ദാറ്റ് ഹിസ് ഒപ്പോസിഷൻ വാസ് ടു ഇൻജസ്റ്റിസ് നോട്ട് ടു ഇൻഡിവിജ്വൽ. വ്യക്തികളോടല്ല ഗാന്ധിജിയുടെ എതിർപ്പുണ്ടായിരുന്നത്, മറിച്ച് ഇൻജസ്റ്റിസിനോടും ആയിരുന്നു, ഇൻവെസ്റ്റിനോടായിരുന്നു, അനീതിയോടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നോക്കൂ. ഇവാലുവേറ്റ് ഹൗ ഗാന്ധി വ്യൂഡ് ദ വാർ ആസ് എ കർസ് ടു ഹ്യൂമാനിറ്റി. മനുഷ്യനൊരു ശാപമായിട്ട് വാറിനെ ഗാന്ധിജി എന്തുകൊണ്ടാണ് കണ്ടിരുന്നത്? ഗാന്ധി സോ വാർ ആസ് എ ടെറിബിൾ കേഴ്സ് ദാറ്റ് ഡീഗ്രേഡഡ് മാൻകൈൻഡ് ആൻഡ് ഡിസ്ട്രോയ്ഡ് മോറൽ വാല്യൂസ്. ധാർമ്മിക മൂല്യങ്ങളെ തകർത്തിരുന്ന, അതേപോലെ തന്നെ മനുഷ്യത്വത്തിന് തന്നെ അല്ലെങ്കിൽ മാനവികത തന്നെ ഒരു ടെറിബിൾ, ഭയങ്കര മോശമായിട്ടുള്ളൊരു കേഴ്സായിട്ടാണ് ഗാന്ധി യുദ്ധത്തെ കണ്ടിരുന്നത്. ഹി സെഡ് വാർ ഹാഡ് ബ്രൂട്ടലൈസ്ഡ് ഹ്യൂമൻസ് ടു ആൻ എക്സ്റ്റെന്റ് നെവർ സീൻ ബിഫോർ, റേസിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോൾജിയേഴ്സ് ആൻഡ് സിവിലിയൻസ്. യുദ്ധ പടയാളികളുടെയും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെയും ഇടയിലുള്ള വ്യത്യാസം മായ്ച്ചു കളയുന്ന തരത്തിൽ, അത്തരത്തിലുള്ള ഒരു ബ്രൂട്ടൽ സിറ്റുവേഷനിലേക്കാണ് യുദ്ധം കടന്നിരിക്കുന്നത്. അത് ഗാന്ധിജി ഇതുവരെ കണ്ടിട്ടില്ല. അക്കോർഡിംഗ് ടു ഗാന്ധി, ദിസ് വാർ വാസ് ബോത്ത് എ പണിഷ്മെന്റ് ആൻഡ് എ വാണിംഗ്. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പണിഷ്മെന്റും അതുപോലെ തന്നെ ഒരു വാണിംഗുമാണ്. ഷോയിങ് വാട്ട് ഹാപ്പൻസ് വെൻ നാഷൻസ് റിലൈ ഓൺ വയലൻസ്. രാജ്യങ്ങൾ വയലൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക എന്നാണ്
ഗാന്ധിജി പറയുന്നത്. ഇഫ് ഹ്യൂമാനിറ്റി കണ്ടിന്യൂഡ് ഓൺ ദിസ് പാത്ത് ഹി വാണ്ട് മാൻ വുഡ് ബി റിഡ്യൂസ് ടു ലെവൽ ഓഫ് ബീസ്റ്റ്. മനുഷ്യന്മാർ ഈ ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ അവർ നിരഭോജികളായി മാറും, അല്ലെങ്കിൽ പിശാചുകളായി മാറും എന്നാണ് ഗാന്ധിജി പറയുന്നത്. Thus Gandhi called for an end to war and return to the path of non-violence and truth. അതുപോലെ തന്നെ വാർ അവസാനിപ്പിച്ച് അഹിംസയുടെ മാർഗത്തിലേക്കും സമാധാനത്തിന്റെ മാർഗത്തിലേക്കും വിശ്വാസത്തിന്റെ സത്യസന്ധതയുടെ മാർഗത്തിലേക്കും മാറാനായിട്ട് ഗാന്ധിജി പറഞ്ഞു. ഇനി നോക്കൂ, ദ വാർ കനോട്ട് എഫക്റ്റീവ്ലി കോംബാറ്റ് നാസിസം ത്രൂ സിമിലർ മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രക്ഷൻ. അതുപോലെ തന്നെ നാസിസത്തിനെ ഡിസ്ട്രക്ഷന്റെ മറ്റു മെത്തേഡ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, തകർക്കാൻ പറ്റില്ല എന്നാണ് ഗാന്ധി പറഞ്ഞത്. അത് ഡിസ്കസ് ചെയ്യാം. ഗാന്ധി ബിലീവ് ദാറ്റ് വയലൻസ് കനോട്ട് ഡിസ്ട്രോയ് വയലൻസ്. വയലൻസിന് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെ വയലൻസിനെ വയലൻസ് കൊണ്ട് നശിപ്പിക്കാൻ പറ്റില്ല. ഹി ആർഗ്യൂഡ് ദാറ്റ് ഫൈറ്റിംഗ് നാസിസം വിത്ത് ബോംബ്സ് ആൻഡ് ഗൺസ് ഓൺലി മേഡ് ദ അലൈസ് നോട്ട് ഡിഫറെന്റ് ഫ്രം നാസിസ് ദംസെൽഫ്. പിന്നെ യഥാർത്ഥത്തിൽ നാസികളെ അല്ലെങ്കിൽ നാസിസത്തിനെ യുദ്ധങ്ങൾ കൊണ്ടും ആംസ് കൊണ്ടും ബോംബ് കൊണ്ടും എല്ലാം ഫൈറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവരും അതുപോലെ തന്നെ നാസികളും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കുകയാണ്. രണ്ടും ഒരുപോലെയാണെന്നാണ് ഗാന്ധി പറയുന്നത്. ട്രൂ വിക്ടറി, യഥാർത്ഥത്തിലുള്ള വിജയം, ഹി സെഡ് കനോട്ട് കം ഫ്രം മെയിൻറ്റെയിനിങ് ഇമിറ്റേറ്റിംഗ് ഈവിൽ മെത്തേഡ്സ്. പൈശാചികമായിട്ടുള്ള പിന്നെ മെത്തേഡ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള വിജയം വരില്ല എന്നാണ് ഗാന്ധി പറയുന്നത്. ഇഫ് ബ്രിട്ടൻ ട്രൈഡ് ടു ഡിഫീറ്റ് നാസിസം ത്രൂ ഗ്രേറ്റർ റൂത്ത്ലെസ്നെസ് ഇറ്റ് വുഡ് ലോസ് ഇറ്റ്സ് മോറൽ സ്ട്രെങ്ത്. ഈ മോറൽ സ്ട്രെങ്ത്, അതായത് ബ്രിട്ടൻ അതിലും നാസിസത്തിനേക്കാൾ ഉപരിയായിട്ടുള്ള പിന്നെ അനാവശ്യ അല്ലെങ്കിൽ ഭയങ്കര ക്രൂരതകൾ കൊണ്ട് റൂത്ത്ലെസ്നെസ് കൊണ്ട് യുദ്ധം ജയിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു മോറൽ സ്ട്രെങ്ത് തന്നെ, ധാർമ്മികമായിട്ടുള്ള അടിത്തറ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ശക്തി തന്നെ നഷ്ടപ്പെടും. ഗാന്ധി ഇൻസിസ്റ്റഡ് ദാറ്റ് ഈവിൽ മസ്റ്റ് ബി റെസിസ്റ്റഡ് വിത്ത് ഗുഡ്, നോട്ട് വിത്ത് മോർ ഈവിൽ. എന്താണ് പൈശാചികതയെ തടുക്കേണ്ടത് അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ യുദ്ധത്തിനെ ക്രൂരതയെ തടുക്കേണ്ടത് എന്തുകൊണ്ടാണ്? നന്മ കൊണ്ടാണ്, എന്തല്ല അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഈവിൽ കൊണ്ടല്ല തടുക്കേണ്ടത്. ഹി therefore argued the British to fight Nazism with non-violent courage, which he saw as a morally stronger and more lasting than any weapon. അതുകൊണ്ട് തന്നെ നാസികളെ അഹിംസാപരമായിട്ടുള്ള ധൈര്യം കൊണ്ടും അതേപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ള ശക്തി കൊണ്ടുമാണ് അതേപോലെ തന്നെ അവരെ യുദ്ധം ചെയ്യേണ്ടത്. അത്തരം കാര്യങ്ങളാണ് ഏതൊരു പിന്നെ ആയുധത്തെക്കാൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത്, കൂടുതൽ നിലനിൽക്കുന്നത് എന്താണ് ഗാന്ധി പറയുന്നത്. ഇനി മൂന്നാമത്തെ നോക്കൂ, കമന്റ് ഓൺ ഗാന്ധീസ് എക്സ്പീരിയൻസ് ഓഫ് നോൺ വയലൻസ് ഇൻ ലൈഫ്. ഗാന്ധിയുടെ പിന്നെ ജീവിതത്തിലുള്ള അഹിംസയെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യാനാണ്. ഗാന്ധി സെഡ് ദാറ്റ് ഹി ഹാഡ് പ്രാക്ടീസ്ഡ് നോൺ വയലൻസ് ഫോർ ഓവർ 50 years ഇൻ എവറി ആസ്പെക്ട് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ എല്ലാ ആസ്പെക്റ്റിലും 50 വർഷത്തോളം അദ്ദേഹം നോൺ വയലൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, എക്കണോമിക് ആയിക്കോട്ടെ, ഇത്തരം മേഖലയിലൊക്കെ തന്നെ അദ്ദേഹം നോൺ വയലൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഹി ഫൗണ്ട് ദാറ്റ് ഇറ്റ് വാസ് എ സയന്റിഫിക് ആൻഡ് പ്രാക്ടിക്കൽ ഫോഴ്സ് ഫോർ ചേഞ്ച്. അദ്ദേഹം മനസ്സിലാക്കിയത് ഇത് മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പിന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണെന്നാണ്. വെർ ഇറ്റ് ഫെയിൽഡ് ഹി ബ്ലെയിംഡ് ഹിസ് ഓൺ ഇംപെർഫെക്ഷൻസ് നോട്ട് ദ മെത്തേഡ്. അവിടെയൊക്കെയാണ് ഇത്തരം ഈ ഒരു മെത്തേഡ് അഹിംസാപരമായിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഫെയിൽ ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ ഇംപെർഫെക്ഷൻസിനെയാണ് അദ്ദേഹം പഴിചാരിയിരുന്നത്, ഈ മെത്തേഡിനെയല്ല. ഫോർ ഗാന്ധി ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് വാസ് ഇൻസെപ്പറബിൾ, ബോത്ത് ബീയിങ് റിഫ്ലക്ഷൻസ് ഓഫ് ഗോഡ്. അപ്പോൾ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധത അല്ലെങ്കിൽ സത്യവും അഹിംസയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, മറിച്ച് ഇത് രണ്ടും ദൈവത്തിന്റെ പ്രതിബിംബങ്ങളാണ്, ദൈവത്തിന്റെ അടയാളങ്ങളാണ്. ഹിസ് ലൈഫ് ലോങ് ഫെയ്ത്ത് ഇൻ ദിസ് പ്രിൻസിപ്പിൾ മെയ്ഡ് ഹിം ബിലീവ് ദാറ്റ് നോൺ വയലൻസ് വാസ് the only way to achieve lasting peace and justice in this world. ഈ ലോകത്ത് പിന്നെ എന്നും ശാശ്വതമായിട്ടുള്ള സമാധാനവും നീതിയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അഹിംസാപരമായിട്ടുള്ള മെത്തേഡ്സ് മാത്രമാണ് പരിഹാരമെന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. ഓക്കെ.